നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ട ദിവസമാണിത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആ വാർത്ത ഉൾപ്പെടെ പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. എന്നാൽ ആദ്യം പോകുന്നത് മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥർക്കായി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച കേസാണ്. ഈ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ കേസെടുക്കുമെന്ന വാർത്തയുമുണ്ട്. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്നായിരുന്നു നിയമോപദേശം. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കൂടി പുറത്തു വന്നു. സർക്കാരിലും പോലീസിലും RSS ബന്ധമുള്ളവരുണ്ടെന്നും സർക്കാർ പക്ഷേ ഈ വിഷയത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാത്തതിൽ കനത്ത പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. അതായത് പോലീസിൽ RSSൻ്റെ നുഴഞ്ഞുകയറ്റം ഉണ്ട് എന്ന് ആനി രാജയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ സിവിൽ സർവീസിലുണ്ട് നുഴഞ്ഞുകയറ്റം. ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറും. ഇത് വ്യക്തമായിട്ടും ഒരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല, കേസെടുക്കാൻ തയ്യാറാവുന്നില്ല, അന്വേഷണം കൃത്യമായ നിലയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഇവർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഈ അജണ്ടയ്ക്ക് ഈ സർക്കാർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് പേരുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇത് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ദീപാവലി ദിവസത്തിലാണ് ഈ വിവാദത്തിന് അടിസ്ഥാനമായ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. പിന്നീട് കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാദങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷെ പോലീസ് ഇതുവരെയും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഈ IAS ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. സസ്പെൻഷൻ മാറ്റി നിർത്തിയാൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞൊരു വാദം ഇതായിരുന്നല്ലോ, ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്ന്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുന്നത്? ടോം, കെ ഗോപാലകൃഷ്ണൻ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. നേരത്തെ തന്നെ വ്യക്തമായിരുന്നു കേസ് ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ പോലീസ് ഒരു മെല്ലെപ്പോക്കിലായിരുന്നു. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്ന നിലയിൽ ഫൈസൽ കുളപ്പാടം, അത് യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലത്തെ നേതാവാണ്. ഫൈസൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, ഇതിൽ കേസെടുക്കണം, IAS ഉദ്യോഗസ്ഥരെ ഭിന്നിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസ് എടുത്ത് അന്വേഷണം നടത്തണമെന്ന ഒരു പരാതി DGPക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടിയത്. ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ ഇത് സംബന്ധിച്ച് ഗീനാകുമാരിയാണ് പ്ലീഡർ. അവർ ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം നൽകി. ഈ നിയമോപദേശത്തിൽ പറയുന്നത് ഉദ്യോഗസ്ഥരെ വേർതിരിക്കുന്നതിന് വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, അവരുടെ ഐക്യം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് ഇതിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ കേസെടുത്ത് ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിലാണ് ഈ നിയമോപദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. DGPയുടെ നിർദ്ദേശമാണ് ഇനി വരേണ്ടത്. ഇക്കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് നേരത്തെ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. ഗോപാലകൃഷ്ണൻ്റെ വാദം ഇതിൽ തൻ്റെ 2 ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. ആ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രമല്ല 11ഓളം ഗ്രൂപ്പുകൾ തൻ്റെ ഫോണിൽ ഉണ്ടാക്കി. സാംസങ്ങിൻ്റെ ഒരു ഫോണിലാണ് ആദ്യം ഈ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ അത് ഗൂഗിളിൽ നിന്നും മെറ്റയിൽ നിന്നും വിശദാംശങ്ങൾ തേടിയിരുന്നു. ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയുമില്ലെന്ന വിവരമാണ് അവർ കൈമാറിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഫോറൻസിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിലും ഹാക്കിംഗ് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല. ദീപാവലി ദിവസമാണ് ഈ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിൽ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. 4 ദിവസം ഈ ഗ്രൂപ്പ് ഇതേ നിലയിൽ തുടർന്നു. അതിനുശേഷം മറ്റ് ഉദ്യോഗസ്ഥർ, മറ്റ് IASകാരാണ് ഇത് ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ തരത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അവർ അവരുടെ അനിഷ്ടം പ്രകടിപ്പിച്ചു. തുടർന്ന് തൻ്റെ ഫോണിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായി എന്ന കാര്യം ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി. അത് ഈ ആരോപണം, ഇങ്ങനെ ഒരു കുറ്റം തൻ്റെ മേൽ വന്നപ്പോൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയും ചെയ്തു. 11ഓളം ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞെങ്കിലും ഫോണുകൾ 2 ആപ്പിളിൻ്റെ ഫോണും അതോടൊപ്പം തന്നെ സാംസങ് ഫോണുമായിരുന്നു. ഈ ഐഫോണും
സാംസങ്ങിൻ്റെ ഫോണും രണ്ടും ഫോർമാറ്റ് ചെയ്ത് നൽകുകയായിരുന്നു. മാത്രമല്ല ഇത് ഫാക്ടറി റീസ്റ്റോർ എന്ന ആ ഒരു സെറ്റിങ്സിലേക്ക് പല കുറി പോയി. പലപ്പോഴും ചില വിവരങ്ങൾ കൂടി ആഡ് ചെയ്യുകയും അത് പിന്നീട് മാറ്റുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഗോപാലകൃഷ്ണൻ പോയി. ഇത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു നിഗമനം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ തരത്തിലാണ് ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം പുറത്തു വന്നത്. അതായത് താൻ ചെയ്ത കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന്, അല്ലെങ്കിൽ താനാണിത് ചെയ്തതെന്ന് പുറത്ത് അറിയരുതെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഗോപാലകൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാദം പിന്നീട് ഉയർത്തിയിട്ടില്ല. അതേസമയം എൻ പ്രശാന്തിൻ്റെ കാര്യമുണ്ട്. അവിടെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ജയതിലകമായുള്ള തർക്കത്തെ തുടർന്ന് നടത്തിയ പരസ്യമായ വിമർശനങ്ങൾ, അതിൻ്റെ പേരിൽ സസ്പെൻഷനിലാകുന്നു. ഗോപാലകൃഷ്ണനും സസ്പെൻഷനിലാകുന്നുണ്ട്. എന്നാൽ പ്രശാന്ത് ആകട്ടെ കൂടുതൽ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകും, താൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം വിനിയോഗിച്ചു എന്ന ഒരു നിലപാടെടുക്കുകയും അതിനനുസരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമങ്ങളോടും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വ്യക്തമാക്കുകയും ചെയ്തു. അവിടെയാണ് ഗോപാലകൃഷ്ണൻ്റെ നടപടികൾ വീണ്ടും സംശയത്തിലാകുന്നത്. കാരണം വീണ്ടും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ സ്വയം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയുമായി ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വന്നിരുന്നില്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവിടെയാണ് ആരെ സന്തോഷിപ്പിക്കാൻ ഇത്തരത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന സംശയം ഉയരുന്നത്. അവിടെ ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം അത് ശക്തമായി വരുന്നത്. പോലീസിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റമുണ്ട്. നമുക്കറിയാം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ. സെൻകുമാർ DGP പദവി കഴിഞ്ഞ ശേഷം അദ്ദേഹം RSS കേന്ദ്രവുമായി അടുക്കുന്നത്, ജേക്കബ് തോമസിൻ്റെ കാര്യം, ആ തരത്തിൽ പല ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരു തുടർച്ചയായി IAS ഉദ്യോഗസ്ഥർക്കിടയിലും ഇത്തരത്തിലുള്ള പ്രവണത വരുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് തീർച്ചയായും രാഷ്ട്രീയമായ ഒരു ആയുധമായി പ്രതിപക്ഷം മാറ്റുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് മേൽ നിയന്ത്രണമില്ല. ആരെ സന്തോഷിപ്പിക്കാനാണ്? പൊതുവിൽ ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥയാണ് ഇത് സംബന്ധിച്ചുള്ള പോലീസിന് വിവരം നൽകുന്നത്. കേന്ദ്രത്തിലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നേരത്തെയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്ത് കളക്ടറായിരുന്നപ്പോൾ വെള്ളപ്പൊക്കം നഗരത്തിൽ ഉണ്ടായി. ആ സമയത്ത് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോയ ആളാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട ആളാണ്. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അത് യാദൃശ്ചികമല്ല എന്ന ആരോപണമാണ് ബലപ്പെടുന്നത്, ശക്തമാകുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെ ഒരു നിയമോപദേശം വരുമ്പോൾ തീർച്ചയായും തിരുവനന്തപുരം സിറ്റി പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതാണ് കാരണം. തുടക്കത്തിൽ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതൊരു IAS ഉദ്യോഗസ്ഥ തലത്തിലെ ചിലർ ന്യായീകരിച്ചത് ഇത് സർവീസ് ചട്ടലംഘനമാണ്, പക്ഷേ ഇതിനെതിരെ കേസെടുക്കാൻ കഴിയില്ല, മറ്റു നിയമപ്രശ്നങ്ങളില്ല എന്ന രീതിയിൽ ചില ന്യായീകരണങ്ങളൊക്കെ തുടക്കത്തിൽ കേട്ടിരുന്നു. പക്ഷേ ഈ IAS അസോസിയേഷൻ പൂർണ്ണമായും ഗോപാലകൃഷ്ണനെ കൈവിട്ട മട്ടാണോ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള? കാരണം നേരത്തെ IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഇവർക്ക് എല്ലാവിധ നിയമസഹായവും നൽകും, നിയമപരമായി മുന്നോട്ട് പോകാം. അത്തരമൊരു നിയമസഹായം IAS അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഈ പ്രതിക്കൂട്ടിലുള്ള ഈ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കാമോ? ടോം, മറ്റ് പല സംഭവങ്ങളിലും ഉണ്ടായതുപോലെ മന്ത്രിയുമായി IAS ഉദ്യോഗസ്ഥർ തർക്കിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ മന്ത്രിമാരും അവർക്ക് കീഴിലുള്ള IAS ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജനപ്രതിനിധികളുടെ നിലപാട് ശരിയല്ല, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്ന തരത്തിൽ IAS അസോസിയേഷൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകുകയും ചെയ്ത ചരിത്രമുണ്ട്. പക്ഷേ ഈ കേസുകളിൽ രണ്ട് IAS ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ഒരു അകമഴിഞ്ഞ പിന്തുണ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ശക്തമായ പിന്തുണ അസോസിയേഷൻ നൽകുന്നില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. കാരണം രണ്ടുപേരും ചെയ്തതിൽ ശരിയായ കാര്യമല്ല, അല്ലെങ്കിൽ അതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട്, തെറ്റുണ്ട്. കാരണം ചീഫ് സെക്രട്ടറിയാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരിശോധിച്ചത് ചീഫ് സെക്രട്ടറിയാണ്. പ്രശാന്തിൻ്റെ കാര്യത്തിലാകട്ടെ പ്രത്യേകിച്ചൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം പോലുമില്ല എന്ന കാര്യം ചീഫ് സെക്രട്ടറി ആ തരത്തിലൊരു നിലപാടെടുക്കുകയും ചെയ്തു. ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് DGPക്ക് റിപ്പോർട്ട് നൽകുകയും ഗോപാലകൃഷ്ണൻ്റെ നടപടികൾ ദുരൂഹമാണെന്ന കാര്യം
കാര്യം അതിൽ വ്യക്തമാക്കുകയും ഹാക്കിങ്ങിൻ്റെ സാധ്യത പൂർണ്ണമായി തള്ളുകയും ചെയ്തു. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് നൽകുന്നത്. തുടർന്ന് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഇവിടെ അസോസിയേഷൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. നിയമസഹായം ഒരുപക്ഷെ അസോസിയേഷനിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് അവർക്ക് നൽകുമെന്ന് പറയുമ്പോഴും വളരെ ശക്തമായി അല്ലെങ്കിൽ പരസ്യമായി ഒരു വാർത്താക്കുറിപ്പോ ആ തരത്തിൽ നിലപാടെടുത്തോ അസോസിയേഷൻ വന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് നടപടിയെയും ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് ആദ്യം മന്ത്രി അന്ന് മല്ലപ്പള്ളിയിൽ നടത്തിയ മന്ത്രിയുടെ രാജിക്ക് വരെയും വഴിവെച്ച ആ വിവാദ പ്രസംഗത്തിലേക്ക്. ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലോയിറ്റേഷന്, ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ. മന്ത്രിയുടെ അന്നത്തെ ഈ പ്രസംഗമായിരുന്നു വിവാദത്തിന് കാരണമായത്. ഇതിനു പിന്നാലെ ഈ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും അപ്പീൽ പോകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി വന്നു. വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ വിവാദ പ്രസംഗം മന്ത്രിയുടെ രാജിക്ക് വരെയും വഴിവെച്ചതാണ്. പക്ഷെ ഇപ്പോൾ മന്ത്രിക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. മാത്രമല്ല, പോലീസ് അന്ന് മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയെയും ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇനി മന്ത്രിക്ക് മുന്നിലുള്ള വഴി എന്താണ്? കാരണം അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. അതല്ല, ഇനി പോലീസ് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിനു മുൻപ് രാജിവെച്ചതുപോലെ ഒരു ധാർമ്മികതയുടെ പുറത്ത് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമോ? ടോം, ധാർമ്മികതയുടെ വിഷയമില്ല, ഇനി രാജിവെക്കില്ല എന്ന നിലപാട് മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അത് അല്പം മുമ്പ് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതൃത്വവുമായി കൂടിയാലോചിച്ചുള്ളൊരു തീരുമാനം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിയില്ല എന്ന നിലപാടിലേക്ക് സജി ചെറിയാൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ സജി ചെറിയാൻ അത്ര സുരക്ഷിതമല്ല കാര്യങ്ങൾ എന്ന് വേണം നമുക്ക് കരുതാൻ. രണ്ട് തരത്തിലുള്ള വെല്ലുവിളികൾ സജി ചെറിയാനെ കാത്തിരിപ്പുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായ വെല്ലുവിളിയാണ്. കാരണം പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം രാജിയില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രക്ഷോഭ സ്വഭാവത്തിൽ വലിയ നീക്കങ്ങൾക്ക് ഇടവച്ചാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുന്ന ഒരു വിവാദമായി മാറുമ്പോൾ അത് സ്വാഭാവികമായും മന്ത്രിക്ക് എത്ര നാൾ ഈ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. രണ്ടാമത്തെ വിഷയം നിയമപ്രശ്നമാണ്. കാരണം മന്ത്രി ഇന്ന് കോടതി ഈ വിഷയത്തിൽ പോലീസിൻ്റെ അന്വേഷണ രീതിയെയാണ് ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് പുതിയൊരു അന്വേഷണം ആവശ്യപ്പെടുന്നത്. CBI അന്വേഷണം ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ അതിന് പകരം പോലീസിൻ്റെ മറ്റൊരു ഏജൻസി എന്ന അന്വേഷണത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ഇതിൽ കോടതി മന്ത്രി
പദവിയിൽ ഈ ഇദ്ദേഹം തുടരുന്നത് സംബന്ധിച്ച സജി ചെറിയാൻ തുടരുന്നത് സംബന്ധിച്ച പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതാണ് സജി ചെറിയാൻ ഒരുപക്ഷെ ആയുധമാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കാട്ടുന്ന കാര്യം. പക്ഷേ ഇനി ഇതിൻ്റെ തുടർ നടപടികൾക്കിടയിൽ കോടതി അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയാൽ ഒരു പക്ഷേ അത് വലിയ രീതിയിൽ മന്ത്രിക്ക് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഹർജിക്കാരൻ തന്നെ ഈ വാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരുപക്ഷേ മന്ത്രി രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഹർജിക്കാരൻ വീണ്ടും കോടതിയിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ മന്ത്രി തുടരുന്നതിനെതിരെ കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയാൽ സജി ചെറിയാന് കടുത്ത് തിരിച്ചടിയാവുന്ന സാഹചര്യം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നതാണ് ഒരു പശ്ചാത്തലം. ഒരു കാര്യം കൂടിയുള്ളത്, ഇത് വീണ്ടും കോടതി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസിയോടാണ്, കേന്ദ്ര ഏജൻസിയോടല്ല. അപ്പോൾ മന്ത്രിസഭാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പോലീസ് റിപ്പോർട്ട് നൽകുമോ? അത് ആ മന്ത്രിക്കെതിരെ നൽകാതിരിക്കാൻ അതിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് അന്വേഷണ ഏജൻസികൾ വഴങ്ങിക്കൊടുക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൻ്റെ സാധ്യതകളെയും അതിൻ്റെ സാങ്കത്യത്തെയും ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. എന്നതിനൊപ്പം തന്നെ സജി ചെറിയാന് എത്ര നാൾ ഈ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. സജിത്ത്, അത് തന്നെയാണ് കാരണം. സജിത്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി മന്ത്രിക്കെതിരെ അന്വേഷിക്കുമ്പോൾ അത് എത്രത്തോളം നീതിയുക്തമായ അന്വേഷണം നടത്തും? അതല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമുണ്ട്, DGPയുടെ മേൽനോട്ടത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകില്ലേ? അത് പ്രസക്തമാണ്. മാത്രമല്ല പോലീസ് പൂർത്തിയാക്കുന്ന അന്വേഷണ റിപ്പോർട്ടിനെ കോടതി എങ്ങനെ ഉൾക്കൊള്ളും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ ഹർജിയുടെ ഒരു സാഹചര്യം പരിശോധിക്കാം. ആദ്യമേ ഹർജി കോടതിയുടെ മുന്നിൽ എത്തുന്നത് സംസ്ഥാനത്ത് നിലവിൽ നടത്തിയ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, പോലീസ് അന്വേഷണം മന്ത്രിക്ക് വേണ്ടി എടുത്ത നിലപാടാണ്, അതിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിന് അന്വേഷണ ഏജൻസി വഴങ്ങിക്കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ CBI അന്വേഷണത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗമായ പോലീസിൻ്റെ ഭാഗമായ മറ്റൊരു ഏജൻസി തന്നെ അന്വേഷണം നടത്തുന്നു എന്ന സാഹചര്യമാണ്. DGPയുടെ മേൽനോട്ടമുണ്ടെങ്കിൽ കൂടിയും സംസ്ഥാന മന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംവിധാനത്തിൻ്റെ കണ്ടെത്തൽ വരില്ലേ എന്ന സ്വാഭാവിക സംശയം ഉയരും. ഇപ്പോൾ കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ, സയൻറ്റിഫിക് എവിഡൻസിൻ്റെ പരിശോധന, ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുപ്പ്, അതൊക്കെ പൂർത്തിയാക്കി റിപ്പോർട്ട് ഒടുവിൽ കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും കോടതി ആ റിപ്പോർട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ മന്ത്രിക്കെതിരായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഈ വിഷയത്തിൻ്റെ തുടർ നടപടികൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒപ്പം കോടതിക്ക് മുന്നിൽ ഈ അന്വേഷണ ഏജൻസി, ഒരുപക്ഷെ കോടതിയിൽ അന്വേഷണ ഏജൻസി ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കൈമാറി കഴിയുമ്പോൾ അത് വേണ്ടത്ര രീതിയിലേക്കുള്ള ഒരു സ്ട്രക്ചർ ആ അന്വേഷണ റിപ്പോർട്ടിന് ഉണ്ടായില്ലെങ്കിൽ കോടതിയുടെ വീണ്ടുമുള്ള ഇടപെടലിനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുള്ളത്, ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഈ മന്ത്രി സജി ചെറിയാന് മുന്നിൽ മറ്റൊരു നിയമസാധ്യത കൂടി ഉണ്ട് എന്ന കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷണൽ ബെഞ്ചിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരേ തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും ഒപ്പം തന്നെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാഹചര്യവും സജി ചെറിയാന് മുന്നിലുണ്ട്. അപ്പോൾ തൽക്കാലം താൻ രാജിയില്ല എന്ന് പറയുന്നത് കൊണ്ട് സജി ചെറിയാൻ മേൽ സാധ്യതകളാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കോടതിയിലെത്തിയുള്ള നിയമ പോരാട്ടം തന്നെ മന്ത്രിക്ക് മുന്നിൽ ഒരു സാധ്യതയായി നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ വഴി അദ്ദേഹം തേടുമെന്നതിനെ വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യം മന്ത്രി മാറി നിൽക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ, രാജിവെക്കണോ വേണ്ടെന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ്. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജിവെച്ചില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ BJPയും കോൺഗ്രസുമൊക്കെ സജി ചെറിയാനെതിരെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ സജിത്ത്? തീർച്ചയായും അത് പ്രതിസന്ധിയാവും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നവപിഴയാണ് ഉണ്ടായത് എന്ന വാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് സാധാരണ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്തിന് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയം വരാൻ പോകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രതിഫലനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ
മന്ത്രി ആരോപണ വിധേയനായ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിസഭാംഗമായി ഇരിക്കുന്നതിനെ കൂടി ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ അവർ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ആ സാധ്യത അവർക്ക് മുന്നിൽ പുതിയൊരു ആയുധമാണ്. അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനും കഴിയും. ഒരുപക്ഷെ സജി ചെറിയാനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും നീക്കങ്ങൾക്ക് നടത്തിയാൽ ഒരുപക്ഷെ ഗവർണർ അടക്കമുള്ള ഇടപെടൽ സാധ്യതകളും നമുക്ക് തള്ളിക്കറിഞ്ഞുകൂടാ. കാരണം സംസ്ഥാനത്തെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഇടപെടലുകളും ബന്ധവും അത് എത്ര കണ്ട് സംഘർഷഭരിതമാണെന്ന് കൂടി നമുക്കറിയാം. അതുകൊണ്ട് അത്തരം സാധ്യത പോലും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കോടതിക്ക് പുറമെ ഗവർണർ അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ മുന്നിൽ കാണാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഗവർണർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തന്നെ വരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ മുന്നിലുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കം, ഒപ്പം തന്നെ കോടതിയും ഗവർണറും അടക്കമുള്ള മറ്റു വെല്ലുവിളികളും സജി ചെറിയാനെ കാത്തിരിപ്പുണ്ട്. വ്യക്തമാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കൊച്ചി കളമശ്ശേരിയിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട സംഭവമേറെ ആശങ്ക വരുത്തിയതാണ്. ഈ സംഭവമാണ് ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കളമശ്ശേരിയിൽ മറിഞ്ഞ ബുള്ളറ്റ് ടാങ്കർ അപകട സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുയർത്തിയ ടാങ്കർ മറ്റൊരു ക്യാബിനിൽ ഘടിപ്പിച്ചാണ് BPCLന്റെ അമ്പലമുകൾ പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോയത്. സംഭവത്തിൽ BPCL ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട്. അപ്പോൾ ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ, പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലറാണ് ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സ്പെയർ ഡ്രൈവറിനെ നമുക്ക് കാണുന്നില്ല. അതും വളരെ അത്യാവശ്യമാണ്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞത് രാത്രിയിലാണ് ഇത്തരമൊരു അപകടം, കൊച്ചി കളമശ്ശേരി പ്രദേശത്തെ ആശങ്കപ്പെടുത്തിയൊരു അപകടം സംഭവിക്കുന്നത്. ഇതിൽ ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസിന്റെ പ്രാഥമികമായ ഒരു അനുമാനവും അത് തന്നെയായിരുന്നു, ആ രീതിയിലേക്കായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാഫിക് വിഭാഗം അത് നമ്മളോട് സംസാരിച്ചത്. കൊച്ചി ഈസ്റ്റ് ട്രാഫിക് ACP ആണ് A. അഷ്റഫ്. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് അത് തന്നെയാണ്. കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു അലംഭാവം ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കളമശ്ശേരിയിൽ വലിയ രീതിയിലൊരു ട്രാഫിക് കുരുക്കുള്ള ഒരു പ്രദേശമായിരുന്നു. അതിൽ ഈ കൊച്ചി ഈസ്റ്റ് ട്രാഫിക്കിൻ്റെ എല്ലാം തന്നെ വളരെ ശ്രമഫലമായി CPയുടെ നേതൃത്വത്തിലെല്ലാം വളരെ ശ്രമഫലമായി ഈ കാര്യങ്ങൾ അവിടെ ഒരു ക്രമീകരണം നടത്തുകയായിരുന്നു. അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. തുടർന്ന് ഇപ്പോൾ അവിടെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എളുപ്പം കടന്നു പോകാൻ കഴിയുന്നൊരു വഴിയായിട്ട് ഇപ്പോൾ കളമശ്ശേരി കുസാൻ്റെ ആ ഭാഗമെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സിസ്റ്റത്തിൽ കൂടെ തന്നെ കൃത്യമായ രീതിയിൽ കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് അവിടെ സുഖമായി കടന്നു പോകാൻ കഴിയുന്നിടത്ത് ആ വളവിൽ TVS ജംഗ്ഷൻ എന്നെല്ലാം പറയുന്ന ആ വളവിലേക്ക് വരുമ്പോഴേക്കും വ്യക്തമായ രീതിയിൽ ഒരു വേഗം കുറച്ച് കടന്നു പോകേണ്ടിടത്താണ് വലിയ വേഗതയിലേക്ക് തന്നെ വന്ന ഈ ടാങ്കർ ലോറി കടന്നു പോയതെന്നാണ് ട്രാഫിക് പോലീസ് പറയുന്നത്. യാതൊരു രീതിയിലൊരു നിയന്ത്രണവും വേഗത കുറച്ചുകൊണ്ട് അവിടെ പാലിച്ചിട്ടില്ല എന്നാണ് അവർ അനുമാനിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അവർ അനുമാനിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി അധികൃതരെയും ഇക്കാര്യം അവർ അറിയിക്കുന്നുണ്ട്. കാരണം ഇത് ഡ്രൈവർമാർക്കടക്കം ഈ കാര്യത്തിലൊരു നിർദ്ദേശം നൽകണം. അത് വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടി തന്നെയായിരിക്കണം. ഇത്തരം വലിയ രീതിയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഇന്ധനങ്ങളുടെ ഒരു വിതരണമടക്കം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ പ്രൊപ്പലിൻ ഗ്യാസ് ആയിരുന്നു അത്. BPCLന്റെ പ്ലാന്റിൽ നിന്ന്, ഇരുമനത്തെ പ്ലാന്റിൽ നിന്ന് ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 20 ടണ്ണായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടുത്തെ ഒരു വലിയ രീതിയിലുള്ള ഒരു
സംഭവങ്ങളിലേക്ക് നീങ്ങാതിരുന്നത്. ഇന്നലെ അത് അർദ്ധരാത്രിയോടുകൂടി ടാങ്കർ മറിയുമ്പോൾ വലിയ ആശങ്കകൾ ആ മേഖലയിൽ ഉയർത്തിയിരുന്നു. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അടക്കം ചർച്ച ചെയ്തിരുന്നു. കാരണം 20 ടണ്ണോളം അതിനകത്ത് വാതകം ഉണ്ട്. അതിൽ ചോർച്ച പരിശോധിച്ചപ്പോൾ അതിൽ കാര്യമായ രീതിയിലുള്ളൊരു ഭീഷണി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് നിന്നത്. എങ്കിലും ക്രെയിൻ എത്തിച്ച് അത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ റെഗുലേറ്റർ ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു ചോർച്ച കണ്ടെത്തിയിരുന്നു. പിന്നീട് അത് പരിശോധിച്ചപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ളതാണെന്ന് BPCL മനസ്സിലാക്കുകയും പിന്നീട് അധികൃതർ അത് കൃത്യമായ രീതിയിൽ അത് ചോർച്ച അടക്കാനും എല്ലാം തന്നെ സാധിച്ചു. അങ്ങനെ ഒരു കൃത്യമായൊരു ഇടപെടലും ഭാഗ്യവും എല്ലാം കൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നൊരു സംഭവം ഈ രീതിയിലെങ്കിലും അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർത്തും സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ഇന്ന് 10 മണിയോടുകൂടിയാണ് പിന്നീട് അതിൻ്റെ ഡ്രൈവർ ക്യാബിൻ വേർപ്പെടുത്തി. ഡ്രൈവർ ക്യാബിൻ തീർത്തും അത് ഈ ഒരു അപകടത്തിൽ മറിഞ്ഞതിനെ തുടർന്ന് തകർന്നിരുന്നു. അത് മാറ്റി മറ്റൊരു ക്യാബിൻ കൊണ്ടുവന്ന ശേഷം തിരിച്ച് BPCLിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഇനി ആ ടാങ്കർ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ BPCLും ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ്. കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം. ഈ ഒരു സംവിധാനത്തിൽ മോണിറ്ററൈസിങ് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രൈവർമാരടക്കം ഇതിൽ വഴി കടന്നു പോകുമ്പോൾ ഗതാഗതത്തിൽ മിതത്വം പാലിക്കണമെങ്കിൽ അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് അതീവ തീവ്രതയുള്ള ഇത്തരം ഇന്ധനങ്ങളും വാതകങ്ങളും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പോലീസ് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ടോം. ഡാനി, അങ്ങനെ ഈ പോലീസ് ഇപ്പോൾ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഡ്രൈവർക്കെതിരൊരു നടപടി ഉണ്ടാകുമോ? കാരണം നമുക്കറിയാം ഈ ടാങ്കർ ലോറികളൊക്കെ ഓടിക്കുന്നത് പരിചയസമ്പന്നരായ ഡ്രൈവർമാരാണ്. ഇവിടെ ഈ ഡ്രൈവറും ഈ അപകടത്തിന് കാരണമായ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും പരിചയസമ്പന്നനായിരിക്കുമല്ലോ. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചത്? ഇയാളുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ടോം, ഇതിലെ ട്രാഫിക് പോലീസ് നൽകുന്ന റിപ്പോർട്ട് അതിൽ കൃത്യമായ രീതിയിൽ അത് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ തുടർ നടപടികളിലേക്ക് തന്നെ നീങ്ങേണ്ടി വന്നേക്കാം. തമിഴ്നാട് സ്വദേശിയായ മുത്തു ആയിരുന്നു ഇത് വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മീഡിയനിൽ തട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെയാണ് മറിയാനിടയാക്കിയ ഒരു സാഹചര്യം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ ഒന്ന് മാത്രമാണ് എന്നാണ് ട്രാഫിക് പോലീസ് അടിവരയിടുന്നത്. കാരണം പ്രത്യേകിച്ച് ഇത്രയും കൂടുതൽ സംഭരണശേഷിയുള്ളൊരു ടാങ്കറുമായിട്ട് പോകുന്ന ഒരാൾക്ക് കൃത്യമായ രീതിയിൽ അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം നേരത്തെയും ഇത് റോഡിലൂടെ ഇത്തരം ഇന്ധനങ്ങൾ വാതകങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാഴ്ചവെച്ചത് നമ്മൾ പലപ്പോഴും മലബാർ മേഖലയിലടക്കം തന്നെ കണ്ടിട്ടുണ്ട്. അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതൊരു മറ്റ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും ഇത്തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മളിപ്പോൾ ഇത് പറയുന്നത് അത്രയും പോലീസിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് 18 അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്ത് SCP വിശദീകരിക്കുകയും ചെയ്ത് അവരുടെ പ്രാഥമികമായ അനുമാനം കൃത്യമായ രീതിയിൽ ഒരു ഡ്രൈവർ അശ്രദ്ധ ആണ് എന്ന് തന്നെ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് അടക്കം ഒരു റിപ്പോർട്ട് നൽകുകയും നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കാരണം ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങളിലേക്ക് നീങ്ങാതെ അപകടങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാവിലെ വരെയും കൃത്യമായി അവർ അതിനെ ഈ ടാങ്കറിനെ കാവലിരിക്കുകയും നിരീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്തു. കാരണം ഏതൊരു രീതിയിലേക്കും അപകടമായി മാറിയേക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നിരന്തരമായ ഒരു ജാഗ്രത കൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് തന്നെയില്ല. അത് തന്നെയാണ് പോലീസും പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പ്രാപ്തരാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ BPCL അവരുടെ ജീവനക്കാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നാണ് പോലീസും പറയുന്നത്. ഒരുപക്ഷെ പോലീസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച് കുടുംബം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.
സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ചു കുടുംബം. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്നും സഹോദരൻ പറയുന്നു. വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല തിരുവനന്തപുരത്തേക്ക് അമ്മുവിനെ കൊണ്ടുപോയതെന്നും ആശുപത്രിയിൽ കാലതാമസം ഉണ്ടായെന്നുമാണ് ആരോപണം. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും സഹോദരൻ വ്യക്തമാക്കി. അമ്മുവിന്റെ ഫോണും ബാക്കിയുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ ഇന്നലെ പറഞ്ഞായിരുന്നു. പോലീസ് സാർമാര് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ അവരുടെ കയ്യിലുള്ള നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അതെല്ലാം പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി വന്നതാ. എല്ലാം അവര് സൈൻ ഇതാക്കിയിട്ടെന്ന് വെച്ച് ഞാൻ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അവരും അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ചെയ്തതാണെന്ന് എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ ഇതിൽ തന്നെയല്ല. അപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. ഒരിക്കലും അമ്മ എല്ലാവരും പറയുന്നത് അമ്മ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാവുകയല്ല. അവർ കൊന്നത് തന്നെയാണെന്ന് എനിക്ക് 100% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അവർ ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒരുപാട് തൃപ്തികരമാണ്. കാരണം ഒരുപാട് രീതിയിൽ അവർ നമുക്ക് എന്താ പറയാ, ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കി ഇപ്പം ഇതിലൊന്നും രീതിയിൽ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര ഇതാണ് എന്താ വെച്ചാൽ അതിൽ തൃപ്തികരമാണ് ഞാൻ ആ പോലീസിൽ. എനിക്ക് പരാതിയുണ്ട്. ഞാനിപ്പോ ഇപ്പൊ ശരിക്കും ഇപ്പോഴാണ് ഒന്ന് ആയത്. ഞാൻ ഇനിയിപ്പോ ഇന്ന് തൊട്ട് ഞാനും എന്റെ ഇതിൽ നോക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ. കാരണം ഇന്ന് കുറെ കാര്യങ്ങൾക്ക് ഇപ്പം ഇവിടെ നിറഞ്ഞതും ബാക്കിയുള്ള വെച്ച് ഞാൻ ഇന്നിപ്പോ വീട്ടിൽ പോയിട്ട് ബാക്കി എനിക്ക് കുറെ കാര്യം ചെയ്യാനുണ്ട്. അല്ല, നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അതാണ് ആദ്യം എല്ലാരും പറഞ്ഞിട്ട് ആദ്യത്തെ കള്ളം അതാണ്. ആശുപത്രിക്കാർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. അമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒരാളാണ്. അത് ആരാന്ന് എനിക്ക് ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അവരെങ്ങനെ മറ്റാണെന്ന്. അതാ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരൊറ്റ കാര്യം, ഞാനോ എന്റെ വീട്ടുകാരോ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എന്റെ അമ്മയുടെ വീട് കോട്ടയത്താണ്. എന്റെ അമ്മ വീട് കോട്ടയമാണ്. അമ്മ തൊട്ടടുത്ത് കിടക്കുന്ന കോട്ടയത്തോട് കൊണ്ടുപോകാൻ നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളല്ല ആ കൂട്ടത്തിലാണ് അമ്മുവിനെ കൊണ്ടുവന്നിട്ടുള്ള ആരും ഒരാൾ, ടീച്ചർമാരായിരിക്കാം, വാർഡനായിരിക്കാം, ആരും ഒരാളായിരിക്കാം. ആരെങ്കിലും ഒരാൾ ഇതിനെ പറ്റി അവരാണ് പറയുന്നത്. അതേസമയം കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ കോളേജിൽ കടന്നു. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ വിഷയത്തിൽ ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. അതിനിടെ കുടുംബം ആരോപണം ദുരൂഹത വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. അമ്മുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിൽ തങ്ങളോട് ചോദിച്ചില്ല. മാത്രമല്ല, ഇതിനു മുൻപ് ഈ കൂട്ടുകാരികൾക്കെതിരെ ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോളേജിൽ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. ടോം, അത് തന്നെയാണ് കാരണം. അത് ഇന്ന് അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവൻ ഇന്ന് പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് അമ്മു ആത്മഹത്യ ചെയ്യാൻ ഉള്ള അമ്മു ആത്മഹത്യ ചെയ്യില്ല, അത്തരമൊരു സാഹചര്യം അമ്മുവിനില്ല. ഒപ്പം ഈ 3 വിദ്യാർത്ഥികൾക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ഈ ആരുടെയൊക്കെയോ പ്രേരണയിലാണ് അമ്മു അല്ലെങ്കിൽ അമ്മുവിനെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ കാര്യം നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മു ആത്മഹത്യ ചെയ്തതാണ് സഹോദരൻ പറയുന്നത്. ഈ കെട്ടിടത്തിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും വീണ അമ്മുവിനെ ഹോസ്റ്റലിൽ എത്തിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കേണ്ട സ്ഥലത്താണ് എത്തിക്കേണ്ടത്. പക്ഷേ അതിന് പകരം ഈ വിദ്യാർത്ഥികൾ 3 വിദ്യാർത്ഥികൾ ഒരാൾ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അവരാരും പറഞ്ഞതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത്. അത്തരം സമയം വൈകിയതൊക്കെ ഈ മരണത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നു. കോളേജ് അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പരാതി കൊടുത്തിട്ടും ആ പരാതി ഗൗരവത്തോടെ കോളേജ് അധികൃതർ കണ്ടില്ല എന്നുള്ള കാര്യം. ഒപ്പം അതിനെതിരെ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടില്ല. ഒരു നടപടി സ്വീകരിക്കുന്ന മെമ്മോ നൽകുകയല്ലാതെ മറ്റു നടപടിയിലേക്ക്
കോളേജ് അധികൃതർ പോയില്ല എന്ന കാര്യം കൂടി ഈ അഖിൽ സജീവൻ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. നിലവിലത്തെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് അമ്മുവിന് ഒരു തരത്തിലും ആത്മഹത്യ സാഹചര്യം വീട്ടിലുമില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് പിതാവ് തന്നെ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ മരണത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളുടെ പങ്ക് ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത്. അതാണ് അഖിൽ സജീവൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മരണസംബന്ധമായുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ കൂടുതൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും മോചിതനായിരിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യത്തിൽ അമ്മു വീണതിന് ശേഷം 45 മിനിറ്റോളം താമസമുണ്ടായി. ആംബുലൻസ് മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ലാതെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കോട്ടയത്താണ് ആദ്യം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, കുടുംബം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് പ്രചരിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, ഫോൺ കോളുകൾ, അമ്മുവിന്റെ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിൽ നിന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, അവർ മാനസികമായി അമ്മുവിനെ പീഡിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തകർത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ഹോസ്റ്റലിൽ താമസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കണം എന്നൊരു ആവശ്യം കൂടി പോലീസിനോട് അഖിൽ സജീവൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു ആരോപണം ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മന്ത്രിക്കും വീണ ജോർജിനും. ശശിനാരായണൻ, ഈ സംഭവം നടന്ന അമ്മുവിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. ഈ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? നേരത്തെ കോളേജ് അധികൃതരെ അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ടോം, അത്തരത്തിലുള്ള നീക്കമാണ് ഇനി പോലീസിനുള്ളത്. കാരണം കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ, അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തുകയും അധ്യാപികയുടെയും ഒപ്പം കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ കുട്ടികളുടെ ആരോപണത്തിലെ 3 വിദ്യാർത്ഥികളുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തിയത്. അവർ സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ നിരന്തരം അമ്മുവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിയായി അച്ഛൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 കുട്ടികൾക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ മൊഴി അവരുടെ രേഖപ്പെടുത്തും. ഒപ്പം ഈ ഹോസ്റ്റലിൽ നിന്നും ചാടിയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ വീണതാണോ എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, അവൾ ആ കാരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണം ഉള്ളത്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം, ഫോൺ സന്ദേശങ്ങളെ സൈബർ സെല്ലിന്റെ സഹായത്തിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക. ഒപ്പം വിദ്യാർത്ഥികളിൽ ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുക, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുക. ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ സഹോദരൻ പറഞ്ഞത് തങ്ങൾ തൃപ്തിയാണ്, കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അഖിൽ സജീവൻ ഇന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഈ ആരോപണ വിധേയ ദുരൂഹത ഒരുപാട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മാറ്റാനുള്ള, അത് നീക്കുന്നതിനുള്ള അന്വേഷണം, ഒരു സുതാര്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ SFIയുടെ മാർച്ച് ഉണ്ടായിരുന്ന കോളേജിൽ അതാണ് കാരണം ഇതുവരെയും ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ അവരെ ചോദ്യം ചെയ്യുകയോ മറ്റ് ഈ വിഷയത്തിൽ മറ്റ് രീതിയിലുള്ള ഒരു നടപടികളിലേക്കോ പോലീസ് ഇതുവരെയും കിടക്കാത്തത്? ഈ അന്വേഷണത്തിൽ കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അതൃപ്തി ഉണ്ടോ? ടോം, അന്വേഷണത്തിൽ കുടുംബം വളരെ തൃപ്തരാണെന്നാണ് ഇന്നും പറഞ്ഞത്. കാരണം പോലീസിന് മൊഴി കൊടുക്കാനാണ്, വിശദമായ ഒരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ മരണം നടന്നപ്പോഴാണ് കുടുംബം പോലീസിന് ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇന്ന് വിശദമായ ഒരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അഖിൽ സജീവൻ ഇന്ന് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിലെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് മൊഴി കൊടുക്കാൻ എത്തിയത്. അതിന് വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യത്തിന് തൃപ്തരാണ് എന്നുള്ള മറുപടിയാണ് അഖിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മുവിന് ഈ കുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ, അത് ടൂർ കോർഡിനേറ്റർ ആക്കിയ സമയത്ത് ഉള്ള എതിർപ്പുകൾ, ഈ 3 കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ലോകകപ്പ് കാണാതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്നിരുന്നു. അതിലെല്ലാം ഈ കുട്ടികൾ ഇൻവോൾവ് ആയിരുന്നു. ആ കുട്ടികൾക്കെതിരെയുള്ള അന്വേഷണം വേണം, അതിൽ മൊഴിയെടുക്കണം എന്നുള്ള കാര്യം ആ കുടുംബം ഉറച്ചിക്കണം. അതിൽ തന്നെയാണ് അവർ പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത്. അത് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. ആ ഒരു മൊഴിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. എന്തായാലും 2-3 ദിവസമായി തുടർച്ചയായി ഈ കേസ് അന്വേഷണം ഇത്തരത്തിൽ നീണ്ടുപോകുന്ന കാര്യത്തിൽ അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. കോളേജ് ക്യാമ്പസിലേക്ക് പ്രവർത്തകർ ഓടിക്കയറാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുകയും ബാരിക്കേഡുകൾ തകർക്കുകയൊക്കെ ചെയ്തു. ഇത് അരമണിക്കൂറോളം ഒരു സംഘർഷ അവസ്ഥയാണ്
കോളേജിൽ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് 50ഓളം പ്രവർത്തകരെ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ്, ഹോസ്റ്റൽ, അവർ താമസിക്കുന്ന ഹോസ്റ്റല്, സാധാരണഗതിയിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ CCTVകൾ സ്ഥാപിക്കാറുണ്ട്. ഇവിടെ CCTVകളൊന്നും ഇല്ലായിരുന്നോ? അങ്ങനെ ഈ പെൺകുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഈ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ടോം, നേരത്തെ ഈ കുട്ടി ഇവരുടെ ഒന്നിച്ചായിരുന്നു ഇവർ താമസിച്ചത്. പിന്നീടാണ് ഈ അമ്മു സജീവൻ സെപ്പറേറ്റ് സ്വകാര്യ ഹോസ്റ്റലിലേക്ക് മാറിയത്. ഇവര് ഒന്നിച്ച് സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ഒരു കോളേജിൽ പഠിക്കുകയും ആത്മസുഹൃത്തുക്കളുമാണ്. ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് സാധാരണ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന നിലയ്ക്കാണ് പ്രിൻസിപ്പൽ പറയുന്നത്. പക്ഷെ അതെല്ലാം ഗൗരവമുള്ള കാര്യമാണെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മു സജീവന് മാനസികമായി കോളേജിൽ ഇങ്ങനെ പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം പിതാവിനെ വിളിച്ച് അമ്മു അറിയിക്കുകയും അമ്മു അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് പിതാവ് ഈ രേഖാമൂലം പ്രിൻസിപ്പലിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഈ കുട്ടികളിൽ നിന്നും ഒരു മോശമായ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അമ്മു സജീവൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിസ്സാരമായ രീതിയിൽ അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം സാമ്പത്തിക രീതിയിലും അതുപോലെ തന്നെ പഠനത്തിലും ഒക്കെ മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടിയാണ്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലം അത്തരം തന്നെയാണ്. കുട്ടിയുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ഈ മരിക്കുന്നതിന്റെ തലേന്നും ഈ കുട്ടി അമ്മു വീട്ടിൽ വിളിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ, തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അച്ഛനുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അഖിൽ സജീവൻ നമ്മൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വീട്ടിലെ മാനസിക സംഘർഷമോ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ മരണത്തിനില്ല. പക്ഷെ അതേസമയം കോളേജിലുള്ള ക്യാമ്പസിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള കുട്ടികൾ, ഈ 3 കുട്ടികളുടെ ഇടപെടലും അവരുടെ ചില പെരുമാറ്റങ്ങളും മാനസികമായി എന്നെ തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ദിവസം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതെല്ലാം കണ്ടെത്തിയതിനു ശേഷം എനിക്കും ഈ ഏത് തരത്തിലാണ് ഇങ്ങനൊരു മരണമുണ്ടായി, എന്താണ് കാരണമെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ ഒരു മനോവിഷമത്തിലാണ് കുടുംബമുള്ളത്. ഏതറ്റം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനിച്ചാണ് കുടുംബം ഇറങ്ങിയിട്ടുള്ളത്. മന്ത്രി വീണ ജോർജിന് കുടുംബം പരാതി നൽകും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നാണ് ഈ അഖിൽ സജീവനും വ്യക്തമാക്കിയിട്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടികളെ വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിലാണ് ദുരൂഹത ആവർത്തിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് വൃക്കരോഗിയോട് ബാങ്കിന്റെ ക്രൂരത. കരിമുകൾ സ്വദേശി ജിജോ വർഗീസിന്റെ ജപ്തി നോട്ടീസ് അയച്ച് യൂണിയൻ ബാങ്ക് 2021 ഫെബ്രുവരിയിൽ ജിജോയുടെ വൃക്ക മാറ്റിവെച്ചിരുന്നു. ദുരവസ്ഥ അറിയിച്ചിട്ടും ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എറണാകുളം കരിമുകളിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ജിജോ വർഗീസിന്റെ വീട്ടിൽ നിന്നും. ആജ്ഞ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2019 വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ജിജോ വർഗീസ് യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അതിനിടെ ജിജോയ്ക്ക് വൃക്കരോഗം പിടിപെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. ഈ ദുരവസ്ഥയൊക്കെ ബാങ്കിനെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഇത്ര മനുഷ്യത്വരഹിതമായ നടപടി ഉണ്ടായത്? ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടി തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാരണം 2021 ഫെബ്രുവരിയിലാണ്, അതുവരെ അദ്ദേഹം ലോൺ കൃത്യമായി അടച്ചിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഈ 24 വരെയുള്ള കാലഘട്ടത്തിൽ ലോൺ അടച്ചിട്ടില്ല എന്നാണ് ജിജോ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ബാങ്കിനെ സമീപിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അതിനോട് അനുതാപപൂർവ്വം സഹകരിക്കാനോ അതല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥ നിൽക്കുന്ന ഒരാളെ സഹായിക്കാനോ ബാങ്കിന്റെ ഭാഗത്തുനിന്നും നടപടികളോ സമീപനമോ ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ജിജോ നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ജിജോയോട് തന്നെ ചോദിക്കാം. ഏത് സമയത്താണ് ഈ ബാങ്കിൽ ലോൺ എടുത്തത്? ഏത് സമയത്താണ്? 2019. തുടർന്ന് ഇങ്ങോട്ട് ലോൺ കൃത്യമായി അടച്ചില്ല. 2020 വരെയും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നിട്ട് അതിന്റെ മൊറട്ടോറിയത്തിൽ പിന്നെ അടവ് പെൻഡിങ് ആയി. അത് കഴിഞ്ഞ് 2020 ജൂലൈ ആയപ്പോഴേക്കും എനിക്ക് അസുഖം പിടിപെട്ടു. അങ്ങനെ ഹോസ്പിറ്റലായി. പിന്നെ ഇങ്ങോട്ട് തുടർന്ന് ഇപ്പോൾ 2024 വരെയും അടച്ചിട്ടില്ല. അപ്പോൾ അതിനെതിരെയാണ് അവരിപ്പോൾ ജപ്തി നോട്ടീസ് അയച്ചേക്കണത്. നമുക്ക് ഇതിനു മുമ്പ് വേറെ അറിയിപ്പൊന്നും അവർ തന്നിട്ടില്ല. അത് നമ്മളിവിടെ ഫോണിലൂടെ നമ്മളോട് ലോൺ അടയ്ക്കാനല്ലാണ്ട് നമുക്ക് ഇതുവരെയും വേറെ നോട്ടീസുകളൊന്നും വന്നിട്ടില്ല.
ഇത് ആദ്യമായിട്ട് നോട്ടീസ് വന്നത് ഇങ്ങനത്തെ ഒരു നോട്ടീസാണ് വന്നേക്കണേ. ഈ രോഗവിവരമൊക്കെ കാണിച്ച് ബാങ്കിനെ സമീപിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? ബാങ്കിനെ ഞങ്ങൾ സമീപിച്ചായിരുന്നു. എല്ലാ വിവരങ്ങളും ഞങ്ങൾ ബാങ്കിൽ കൊടുത്തതുമാണ്. എന്നിട്ടും അവര് പറയണത് അവർക്ക് അവരുടെ പൈസ കിട്ടിയാൽ മതി എന്നാണ്. ഈ ശസ്ത്രക്രിയക്കുള്ള തുക എങ്ങനെയാണ് കണ്ടെത്തിയത്? നാട്ടുകാരുടെയും സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നടത്തിയത്. അതാണ് ടോം, 23 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 16 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ഇവര് വീട് വെക്കാനായി പുതുക്കി പണിയാനും വീടിന്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാനും വേണ്ടിയാണ് മുൻപൊരു ലോൺ എടുത്തിരുന്നു 2016. അത് പക്ഷേ കൃത്യമായ അടവുകളൊക്കെ കൃത്യമായ ആ ഒരു ബാങ്കിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിയമ നടപടികളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അത് അടവുകളെല്ലാം കൃത്യമായി അടച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ ലോൺ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ജിജോ ഈ ലോൺ എടുക്കുന്നത്. അതിനുശേഷം ഈ 2021 ഇങ്ങനെ രോഗാവസ്ഥയിലേക്ക് പോകുന്നതും അതേ തുടർന്ന് നമുക്കറിയാം വൃക്കരോഗം ബാധിച്ച് അത് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വലിയ തുകയാണ് ചെലവാകുക. അത് തുടർന്നുള്ള മരുന്നുകൾക്കുമൊക്കെ ട്രീറ്റ്മെന്റിനുമൊക്കെ വലിയ തുകയാണ് ചെലവാകുക. ആ ഒരു സാഹചര്യത്തിൽ ബാങ്കിനെ അറിയിച്ചിരുന്നു. ഇവർ പണം തിരിച്ചടക്കില്ല എന്ന് അല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാങ്കിലെ ബാധ്യത തീർക്കാം. അതുകൊണ്ട് ഇവർക്കും കുറച്ച് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം അതുമൂലം ഉണ്ടാകും. അങ്ങനെ ഒരു സാവകാശമല്ലേ ചോദിച്ചത് ഈ ജിജോ ബാങ്കിനോട് ചോദിച്ചത്? എന്തുകൊണ്ടാണ് അത്തരം ഒരു വീട് വിറ്റ് ഈ വായ്പ അടയ്ക്കാനുള്ള സാവകാശം പോലും ബാങ്ക് കൊടുക്കാത്തത്? ബാങ്ക് അധികൃതർ ഈ വിഷയത്തിൽ ജിജോ വർഗീസ് നൽകിയ വിശദീകരണം എന്താണ്? ഈ വിഷയത്തിൽ എന്താണ് ബാങ്ക് എന്താണ് പറഞ്ഞത്? ഞാൻ ഈ ജപ്തി നോട്ടീസ് ഒട്ടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിൽ പോയിരുന്നു. ബാങ്കിലെ മാനേജറായിട്ട് സംസാരിച്ചു. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാവകാശം തരാൻ അവർക്ക് ഇല്ലയെന്ന് പറയുന്നത്. അവർ മാക്സിമം നമുക്ക് തരാനുള്ളത് തന്നു കഴിഞ്ഞു. ഇപ്പം 4 വർഷമായിട്ട് മുടങ്ങി കിടക്കുകയാണല്ലോ. ഇനി അവർക്ക് സാവകാശം ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഏപ്രിൽ വരെയെങ്കിലും ഒരു സാവകാശം തരും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഞാനത് അടച്ചു തുടങ്ങാം. എന്തെങ്കിലും വഴി നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇത് വിറ്റിട്ടാണെങ്കിലും ഞാൻ മുഴുവൻ പൈസ കൊണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞത്. എന്നിട്ടും അവരതൊന്നും സമ്മതിക്കാണ്ടാണ് ഇപ്പം തുടർന്ന്. ഇപ്പം നിലവിൽ ഇതിപ്പോൾ ബാങ്കിൻ്റെ പേരിലായി. അവരിനിയിപ്പോൾ ഇവിടുന്ന് ഇറക്കി വിടുന്ന ഒരു സ്റ്റേജും കൂടി അവരുടെ ഉള്ളൂ. ഈ അദാലത്ത് പോലത്തെയുള്ള ചടങ്ങുകളൊന്നും അറിയിച്ചില്ലേ? ഇല്ല, അങ്ങനെയുള്ളതൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല. സാധാരണ ബാങ്കിൽ അതായത് പലിശ കൂടി ലോൺ ചെയ്യുമ്പോൾ പെൻഡിങ് ആകുമ്പോൾ അദാലത്തിൽ ഒരു നിശ്ചിത തുക അടച്ച് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ബാങ്ക് ഒരുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനത്തിന് ബാങ്ക് അറിയിപ്പ് തന്നിട്ടില്ല. അങ്ങനെ ബാങ്ക് നമ്മൾ അറിയിച്ചിട്ടില്ല. ഞാൻ വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ വക്കീൽ പറഞ്ഞു ഇങ്ങനെ ഒരു അദാലത്ത് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുമാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അദാലത്തിന് പോയാലും നമ്മൾ ഈ ഇത്രയും എമൗണ്ട് നമ്മൾ അന്നേരം കോടതിയുടെ വിധി അനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരുമല്ലോ. അത് കാരണം കൊണ്ട് അത് പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ടോം, ഇവർക്ക് സമീപിക്കാവുന്ന നിയമവശങ്ങളൊക്കെ അതായത് അദാലത്തിൽ പോയാൽ തന്നെ ഇത്രയും തുക 23,18,118 ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ടുന്ന തുകയെന്നുള്ള ജപ്തി നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. ഇത്രയും തുകയിൽ അല്ലാതെ ബാങ്കിന്റെ ഇത്ര കാലം ഇവർ തിരിച്ചടച്ച തുകയും ലോൺ എടുത്തിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാങ്കിന് നഷ്ടമുണ്ടാകാത്ത രീതിയിലൊരു തുക അവർ തീരുമാനിക്കുകയും ഇത് നിങ്ങളെ കൊണ്ട് അടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അദാലത്തിൽ കോടതി ഇത്തരത്തിൽ ഗഡുക്കളായി അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്ന രീതികളുണ്ട്. പക്ഷേ അത്തരം നിയമ നടപടികളൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല. നേരിട്ട് ഇവര് ഒരു പക്ഷേ ബാങ്കിന് അറിയായിരിക്കും സാമ്പത്തികമായി മറ്റ് വരുമാനം കണ്ടെത്താൻ അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ ലോൺ മീറ്റ് ചെയ്യാൻ തരത്തിലുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോഴെന്ന് അറിയായിരിക്കാം. ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചു നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ ചികിത്സയൊക്കെ നടത്തിയത്. ജിജോ വർഗീസ് ചികിത്സ നടത്തിയത്. ഈ ജിജോയുടെ ഉപജീവന മാർഗം എന്താണ്? ഈ ഒരു ബാങ്ക് ഈ സ്ഥലം വിൽക്കാതെ വീടും സ്ഥലവും വിൽക്കാതെ ഈ ബാങ്കിന്റെ വായ്പ അടച്ചു തീർക്കാനുള്ള ശേഷി സാമ്പത്തിക ശേഷിയുള്ള വ്യക്തി ആണോ ജിജോ? ബാങ്കിന് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നതാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളല്ല. കാരണം അദ്ദേഹം ഇവിടെ ഒരു അടുത്തൊരു സ്കൂളിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയും വരികയും ചെയ്ത് സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. നമ്മൾ വിളിച്ചപ്പോഴും അദ്ദേഹം ജോലി തിരക്കിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയം അദ്ദേഹം നമുക്ക് തന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. മാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്താണെന്നുള്ള കാര്യം അറിയാം.
അത് മറ്റൊരു തരത്തിലേക്ക് അത് ഈടാക്കാനുള്ള വഴിയില്ല എന്ന് ബാങ്കിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അവർ കൃത്യമായി പറയുന്നുണ്ട്, നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ വീട് വിൽക്കാനുള്ള ഒരു സാവകാശമെങ്കിലും അവർക്ക് നൽകിയാൽ അവർ ഈ ബാങ്ക് ലോൺ അടച്ച ശേഷം ബാക്കിയുള്ള തുക അവരുടേതായ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. ഇപ്പം ജിജോയ്ക്ക് വൃക്ക ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്, തുടർ ചികിത്സകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾക്കൊക്കെ വലിയ ചെലവാണ്, വലിയ തുകയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കും അങ്ങനെ ഒരു സാവകാശം കൊടുത്താൽ അവർക്കും ഒരു സഹായം കൂടിയാകുമെന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അത്തരം ഒരു നടപടികളിലേക്ക് അത്തരമൊരു സാവകാശം നൽകാനോ ബാങ്ക് അധികൃതർ ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതിനുള്ള ഒരു നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണോ ജിജോ ഇതില് ഈ കിഡ്നി രോഗാവസ്ഥയ്ക്ക് ചികിത്സിക്കുന്നത്? ജിജോയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ജിജോ അല്ലാതെ മറ്റാരെങ്കിലും വരുമാന മാർഗമുള്ള മറ്റാരെങ്കിലും വീട്ടിലുണ്ടോ? ജിജോ, ഇപ്പോഴുള്ള ചികിത്സകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് സ്കൂൾ ബസ്സിൽ നിന്ന് കിട്ടുന്നത് ഡെയിലി 500 രൂപയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗുളിക മേടിക്കൽ നടക്കില്ല. പിന്നെ ബാക്കി നമ്മുടെ ബന്ധുക്കാരൊക്കെ മാസം മാസം കുറച്ച് പൈസ സഹായിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗുളികകൾ മേടിച്ചു പോകണം. ഒരു മാസം 12,000 രൂപയുടെ മേളിൽ നമുക്ക് ഗുളികയ്ക്ക് വേണ്ടി മാത്രം വേണം. അതിനകത്ത് എല്ലാം നമ്മൾ കഴിക്കുന്ന ഗുളികകൾ നമുക്ക് ബ്രാൻഡ് മാറി കഴിക്കാൻ പറ്റാത്ത കാരണം കാരുണ്യേന്ന് കിട്ടുന്ന ഒരു ഗുളിക മാത്രമാണ് നമുക്ക് വില കുറച്ച് കിട്ടുന്നത്. ബാക്കി എല്ലാ ഗുളികകളും നമ്മൾ ഭയങ്കര വില കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. വേറെ ആർക്കെങ്കിലും വരുമാനം ഉണ്ടോ? വേറെ ആരെങ്കിലും ജോലി പോവുക വരുമാനത്തിനുള്ളോ? 2 കുട്ടികളും വൈഫുമാണ്. കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. വൈഫ് ജോലിക്കൊന്നും പോണില്ല. ചെറിയ മക്കളാണ്? ചെറിയ പിള്ളേർ. ഒരാളിപ്പോൾ +2 കഴിഞ്ഞു, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസത്തിനും നമുക്ക് പൈസ കണ്ടെത്തേണ്ടതുണ്ട്. ഇളയത് പെങ്കൊച്ചാണ്. പെങ്കൊച്ചിനിപ്പം 11 വയസ്സ്. ഇതാണ് അവസ്ഥ ടോം. നമുക്ക് മനസ്സിലായി കാണുമല്ലോ, 15,000 രൂപയാണ് പരമാവധി ഒരു മാസത്തെ ജിജോയുടെ വരുമാനം. അതിൽ തന്നെ 12,000 രൂപയോളം ഈ ഗുളികയ്ക്കും മറ്റുമായി ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ബന്ധുക്കളുടെയും മറ്റു നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഈ മരുന്നിനുള്ള സാഹചര്യം, അതായത് സാമ്പത്തികം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അത് ബാങ്കിനെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് രോഗാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സാധാരണക്കാരോട് ഇടപെടുന്ന ബാങ്കുകാരോട് ഏത് തരത്തിലുള്ള നടപടിയാണ് അത്? ചിലപ്പോൾ അവരുടേതായ നിയമവശങ്ങൾ ഉണ്ടാകും, അവരുടേതായ നടപടിക്രമങ്ങൾ അവർക്കുണ്ടാക്കാം. പക്ഷേ അതിനപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് നടപ്പിലാക്കി അല്ലെങ്കിൽ ഇംപ്ലിഫൈ ചെയ്ത് അതിലേക്ക് കുറച്ച് സാവകാശം ചോദിക്കാനേ അവർ ലോൺ അടക്കില്ലെന്നോ അവരെടുത്തിട്ടില്ലെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു ആർഗ്യുമെന്റിനൊന്നും അവർ പോയിട്ടില്ല. ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദാലത്ത് പോലെയുള്ള നടപടിക്രമങ്ങൾ ബാങ്കിനുണ്ട്. അതിലൊന്നും ഇവരെ പങ്കെടുപ്പിക്കാതെ 23,18,118 രൂപ എന്ന് പറയുന്ന ഒരു നോട്ടീസ് അവർക്ക് അയച്ച ശേഷം അത് ഒരു വലിയ ഭീമമായ തുകയാണ്. ഈ പറയുന്നത് പോലെ 15,000 20,000 രൂപ മാസ വരുമാനമുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിട്ട്, അതും ഇത്രയധികം ചികിത്സാ ചെലവുകളുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിട്ട് ഒരു വലിയ തുകയാണ്. അത് കണ്ടെത്താനുള്ള സാഹചര്യം അവർക്ക് വീട് വിറ്റ ശേഷം മാത്രമല്ല, പക്ഷെ ഇത് ബാങ്കിന്റെ ജപ്തി നടപടികളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ വീട് വിറ്റ ശേഷം പണം കെട്ടാത്തുള്ള സാഹചര്യത്തിലേക്കും അദ്ദേഹത്തിന് കടക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, അങ്ങനെയെങ്കിൽ ഇത് ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ ജിജോ വർഗീസിന്റെ തീരുമാനം എന്താണ്? ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇനിയുണ്ടോ? ബാങ്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് ജിജോയ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്? ഇത് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി അടിച്ചതാണ്. നമ്മളിത് ഈ ഏരിയയിൽ മൊത്തം കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എല്ലായിടത്തും കൂടെ ഒട്ടിച്ചൊക്കെ നടന്ന. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞുള്ള ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്രയും എമൗണ്ട് ഒന്നും എടുത്ത് ഇത് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് കച്ചവടം നടക്കാത്ത. അവർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോവാണ്ട് ഇവിടെ തന്നെ പിടിച്ച് നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ നിലവിൽ നമ്മൾ MLAക്ക് ഇതിനു വേണ്ടി ഒരു നിവേദനം കൊടുത്താണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മൾ അന്നേരം ഇത് നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അതിനകത്ത് ഞാൻ അപേക്ഷിച്ചാണ്. പക്ഷേ കേരള സർക്കാരിൻ്റെ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിൽ പെട്ട ബാങ്കല്ല ഇത്, നാഷണലൈസ്ഡ് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറയണം. നമ്മൾ
തുക അടച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അതാണ് ടോം സാഹചര്യം. കാരണം കുടുംബം അങ്ങേയറ്റം ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം അത് ഏത് തരത്തിൽ അവര് ഇപ്പൊ കാണിച്ചതുപോലെ വീട് വിൽപ്പനയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, ഈ ആസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ബാധ്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആസ്തി എന്ന് പറയുന്നത് അത് മാത്രമാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകുക മാത്രമേ അവർക്ക് അതിനുള്ള സാവകാശം മാത്രമാണ് ബാങ്കിനോട് ചോദിക്കുന്നത്. പക്ഷേ ബാങ്കുകാർ അവരുടെ ആസ്തി വികസനത്തിലേക്ക് അല്ലെങ്കിൽ ആസ്തിയിലേക്ക് ഈ ഒരു വീടിനെ കൂടി ഉൾപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരാള് 2021 വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതിനുശേഷമുള്ള ട്രീറ്റ്മെന്റുകൾ അതിനുശേഷമാണ് അദ്ദേഹം ലോൺ കൃത്യമായി അടക്കാതിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. കാരണം കൊറോണയ്ക്ക് സമയത്തൊരു മൊറട്ടോറിയം ബാങ്ക് തന്നെ, അതായത് റിസർവ് ബാങ്ക് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ സമയത്തേക്കൊരു ഇളവ്, വായ്പ അടവ് ഇളവ് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് നൽകിയതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നത്. തുടർന്നാണ് 2021 ഫെബ്രുവരിയിലാണ് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്നുണ്ടായ ഈ ചികിത്സാ ചിലവും തുടർന്ന് ഓരോ മാസവും ഈ 12,000 രൂപയോളം ചികിത്സാ ചെലവിനും കണ്ടെത്തേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന് നിർബന്ധിതമായും കണ്ടെത്തേണ്ടുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത, അങ്ങേയറ്റം ക്രൂരത തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. ടോം. യെസ്, വ്യക്തമാണ്. എറണാകുളം കരിമുകളിലെ ജിജോ വർഗീസിന്റെ ദയനീയ അവസ്ഥയാണ് ആജ്ഞ രവീന്ദ്രൻ ജിജോയുടെ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വൃക്കരോഗിയായ ജിജോയോടാണ് യൂണിയൻ ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം. ഇത് അടച്ചു തീർക്കാനുള്ള, ഈ ലോൺ അടച്ചു തീർക്കാനുള്ള സാവകാശം ചോദിച്ചു, വീട് വിൽക്കാനുള്ള സാവകാശം ചോദിച്ചു. പക്ഷേ അതൊന്നും ഒരു നടപടി സ്വീകരിക്കാതെ, അത്തരം ഒരു സാവകാശം നൽകാതെയാണ് യൂണിയൻ ബാങ്ക് ഇപ്പോൾ ജിജോയുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ന്യൂസ് 18 പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.